ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോയമ്പിന്റെ 26-ാം ദിവസമായ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായുള്ള വിഷയം ജീവിപ്പിക്കുന്ന വചനം, ദ വേർഡ് ദാറ്റ് എൻലിവൻസ് എന്നതാണ്. ഇതിന് അടിസ്ഥാനമായ വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് നാം കാണുന്നത് യേശുക്രിസ്തു പള്ളി പ്രമാണിയായ യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നതാണ്. തന്റെ ഏകജാതയായ മകളുടെ ജീവന് വേണ്ടി യേശുവിന്റെ കാൽക്കൽ വീണ് യാചിക്കുന്ന യായിറോസിനെ നമുക്ക് കാണാം. തന്റെ പദവിക്കോ കഴിവിനോ സമ്പത്തിനോ ഒന്നും മകളെ രക്ഷിപ്പാൻ കഴിയില്ല, മറിച്ച് യേശുവിന് മാത്രമേ രക്ഷ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി വിശ്വാസത്തോടെ യായിറോസ് യേശുവിനെ സമീപിക്കുന്നു. ഈ സന്ദർഭത്തിൽ യേശു പറയുന്ന 3 വാക്യങ്ങളുണ്ട്. ഒന്നാമത്തെ വാക്യം, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. ധൈര്യപ്പെടുത്തുന്നതായ യേശുവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും നിരാശയിലും ഈ വാക്യം നമ്മെ ശക്തീകരിക്കുന്നു. രണ്ടാമത്തെ വാക്യം, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. ഇവിടെ ഉറക്കം എന്ന വാക്കിലൂടെ ശരീരം ഉറങ്ങുകയാണ്, എന്നാൽ ആത്മാവ് ജീവനോടെ ഉണ്ട് എന്നാണ് യേശു ഉദ്ദേശിക്കുന്നത്. ഈ വാക്കുകളാൽ അവിടെ കൂടി നിന്നവരെ യേശു ആശ്വസിപ്പിക്കുന്നു. മൂന്നാമത്തെ വാക്യം, ബാലെ എഴുന്നേൽക്ക എന്ന് ഉറക്കെ പറയുന്നു. ജീവിപ്പിക്കുന്ന വചനമാണ് ഇവിടെ നാം കാണുന്നത്. ഈ വാക്കുകളിലൂടെ അവളുടെ ആത്മാവ് മടങ്ങി വന്ന് അവൾ ഉടനെ തന്നെ എഴുന്നേൽക്കുന്നു. മരണത്തിന്മേൽ അധികാരമുള്ള ജീവിപ്പിക്കുന്നവനായ യേശുവിന്റെ വചനമാണ് എഴുന്നേൽക്ക, അറൈസ് എന്നത്. പ്രിയമുള്ളവരെ, നാമും ഈ ലോകത്തിൽ നിന്ന് താൽക്കാലികമായി മാറ്റപ്പെട്ടാലും നമ്മുടെ ശരീരങ്ങളെയും എഴുന്നേൽക്ക എന്ന വിളിയാൽ നിത്യജീവനിലേക്ക് ഉയർപ്പിക്കും. അതാണ് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും. നമ്മെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ. ഇനിയും നമ്മെ ജീവിപ്പിക്കാൻ കഴിവുള്ള യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് ഭയപ്പെടാതെ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.